അപ്പോൾ ഈ വീടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. തടി ഉപയോഗിക്കാതെ നിർമ്മിച്ചേക്കുന്ന ഒരു വീടാണ്. അതായത് ടാറ്റ പ്രവേശിൻ്റെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളും കൊണ്ടുള്ള ഒരു വീട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടാലോ. വാ, നമ്മുടെ ടാറ്റയുടെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളെയൊക്കെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടി ടാറ്റയുടെ ഡീലർ നമ്മുടെ ജോസി നമ്മളോട് ഉണ്ട്. ഹായ്. അപ്പോൾ വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ. ഇത്രയും വലിയൊരു വീട് പണിയുമ്പോൾ തടി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് സ്റ്റീലിന്റെ പ്രൊഡക്റ്റിലേക്ക് വരാനുള്ള ആളുകളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല തടികളുടെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. പിന്നെ വെച്ചാൽ ടാറ്റയുടെ സ്വന്തമായിട്ടുള്ള അവരുടെ ഡോസും വിൻഡോസും ആണ്. ടാറ്റ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിനൊരു വിശ്വാസതയുണ്ട്. കാരണം എല്ലാ ഐറ്റവും ടാറ്റയുടെ ഉണ്ട്, അതിൻ്റെതായ ഒരു വാല്യൂ അതിനുണ്ട്. നമുക്കൊരു കസ്റ്റമർ വാങ്ങിച്ചു, അത് ഒരു ചതിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നില്ല. പ്രൊഡക്റ്റ് വൈസിലുള്ള എല്ലാം കൊണ്ടും തന്നെ ആൾക്കാർ ഹാപ്പിയാണ്. ഈ തടിയുടെ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഇങ്ങനെ ചിന്തിക്കാനുള്ള ആളുകളുടെ ഒരു ഇപ്പൊ ഒത്തിരി കൂടിയിട്ടുണ്ട്. കാരണം തടിയിൽ വന്ന് കുറെ പ്രശ്നങ്ങൾ, കാരണം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ തടിയിൽ ഇങ്ങനെ കുത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഒരു മെയിൻ്റെനൻസ് ഉണ്ടല്ലോ. കൂടുതൽ നമുക്ക് ഈ സ്റ്റീൽ ലൈഫ് തീർച്ചയായിട്ടും. ഈ വീട്ടിലിപ്പം എന്താ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തേക്കുന്നത്? ഈ വീട്ടില് എല്ലാ ഡോസും, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടും ഏകദേശം 9 ഡോസ് വന്നിട്ടുണ്ട്. അതുപോലെ വിൻഡോസ് ഏകദേശം പല ടൈപ്പ് 29 നമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് വെന്റിലേറ്റർ. ഇതെല്ലാം നമ്മുടെ സ്റ്റീലിന്റെ പ്രോഡക്റ്റ് അല്ലേ? അവരത് വുഡ് ഫിനിഷ് ആണ് എടുത്തേക്കുന്നത്. ഇത് 3 പാളിയുടെ ഇതാണ്. നമുക്ക് വരുമ്പോൾ ഗ്ലാസും ഗ്രില്ലും എല്ലാം കൂടി ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പണിംഗ് ഇട്ട് പ്ലാൻ വെച്ച് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പല പല മോഡലുണ്ട്. ഗ്രില്ലിൽ വ്യത്യാസം വരും, ഡിസൈനിൽ വ്യത്യാസം വരും. നമുക്ക് ഇതേ ഹൈറ്റില് നമുക്ക് 1 ഷട്ടർ, 2 ഷട്ടർ, 3 ഷട്ടർ, 4 ഷട്ടർ വരെ അവൈലബിൾ ആണ്. ഹൈറ്റ് ഇത് തന്നെയായിരിക്കും. വീതി ഒരു ഷട്ടർ ആണെങ്കിൽ ഇങ്ങനെ പല സൈസിൽ, ഇത് 2 സിംഗിൾ ഷട്ടറും ഉണ്ട്. ദെൻ 4th ഷട്ടർ ഫ്രഞ്ച് ഉണ്ട്, ഹൈറ്റ് കൂടുതലുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതാണ് ഹൈറ്റ് കൂടിയ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നത്. ഇത് 4 പാളിയുടെ. ഇത് നമുക്ക് 3 പാളി, 2 പാളി, 1 പാളി കിട്ടും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഈ മോഡലിൽ പറ്റില്ല. നമുക്ക് വേറൊരു മോഡലിൽ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മുകളിലും താഴെ ഓപ്പണബിൾ ആണ്. വേറൊരു വിൻഡോ ആയിട്ട് നമുക്ക് ഇതാക്കാം. പല മോഡലിൽ വ്യത്യാസമുണ്ട്. ചിലതിൽ താഴെ ഫിക്സഡ് ആണ്. ഈ മോഡലിൽ തടിയിൽ തീർത്ത അതായത് ഫിനിഷിംഗ് അതായത് തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് സ്റ്റീലാന്നുള്ള കാര്യം. ദൂരെ നോക്കുമ്പോൾ ഒരു തടിയുടെ ഒരു ഫിനിഷിംഗ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് അവര് വുഡ് ഫിനിഷിന്റെ സെയിം തന്നെയുള്ള ഡോറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് എംബോസ്ഡ് മോഡൽ എന്നാണ് പറയുന്നത്. നമുക്ക് പല ഷെയ്ഡ് ഉണ്ട്. അതിൽ വുഡ് ഫിനിഷ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ബർഗണ്ടി എന്ന് പറഞ്ഞൊരു ഫിനിഷാണ് ഇത്. അതിൽ അവർക്ക് ഷെല്ലിന്റെ ഒരു ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അവർ അതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹൈ സെക്യൂരിറ്റി ആണല്ലോ ആളുകൾ പറയുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു ഇതിന്റെ അകത്ത് നമ്മൾ സെക്യൂരിറ്റി വൈസ് എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റീൽ പ്രോഡക്റ്റ് വരുമ്പോൾ? നമുക്ക് ടാറ്റ പെർവിഷൻ വെച്ചാൽ നമുക്ക് അതർ ചൈനീസ് ഡോർ പോലെ കുറെ ലോക്ക് സിസ്റ്റം അല്ല, ഇൻഡിവിജ്വൽ ലോക്ക് സിസ്റ്റം ആണ്. ഇതില് നമുക്ക് ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം, ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം, സെപ്പറേറ്റ് കീസ് ആയിരിക്കും. നമുക്ക് മറ്റേതുപോലെ ഒരു കീയിൽ ഇങ്ങനെ കുറെ ലോക്ക് സിസ്റ്റം അല്ല. ഇത് പ്രൈമറി കീ എന്ന് പറയും, ഇത് സെക്കൻഡറി എന്ന് പറയും. നമുക്ക് രണ്ടിനും വേറെ കീസ് വെച്ചിട്ടായിരിക്കും വരിക. ഇത് നമ്മളൊരു കസ്റ്റമറിനോട് സ്റ്റീലാന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം തടിയുടെ സൗണ്ട് ആണ് വരിക. പലരും ഇത് തടിയുടെ തന്നെ ചെയ്തേക്കുന്ന ഒരു ഇത് നമുക്ക് തടിയുടെ തന്നെ കളറിൽ വരുന്നത്. ആ ഒരു ഡിസൈൻ ഉണ്ട്. നമുക്ക് എംബോസിൽ തന്നെ 4 ഡിസൈൻസ് കളർ 5 എണ്ണം ഉണ്ട്. ഞാൻ ഷോറൂമിൽ പോയി കാണിച്ചു തരാം. അവിടെ ഉണ്ടല്ലോ നമുക്ക് വെറൈറ്റി ഡിസൈൻസ് കാണിച്ചു തരാം. ബാക്കി കൂടെ നമുക്ക് കാണാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതും അതെ അതെ, ഇത് അവരുടെ ബെഡ്റൂമിലേക്ക്. ഇതിൽ വന്ന എല്ലാ ബെഡ്റൂമും അവർ ടാറ്റയുടെ തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഷട്ടറും ഫ്രെയിമും ഇതിന്റെ ഹാർഡ്വെയർ എല്ലാം കൂടെ കൂടിയാണ്. അതെ, ഇത് ഫിറ്റ് ചെയ്യുന്നതും ടാറ്റ എന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലയന്റ് ചെയ്യേണ്ട സ്പേസ് ഇട്ട് പോകാന്നുള്ള മാത്രമല്ല. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജനലല്ലേ, 3 പാളി ജനല്, അതും ഫ്രഞ്ച് ടൈപ്പ് ലിവിംഗ് റൂം ആയിട്ട് കൂടുതൽ വെട്ടത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വരുമ്പോൾ വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ചെറുതായിരിക്കും. കൗണ്ടർ സ്ലാബ് വരുമ്പോൾ ചെറുതായിരിക്കും. ബെഡ്റൂം ആകുമ്പോൾ 140 ആകുമ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടാവും. കൗണ്ടർ സ്ലാബ് വരുമ്പോൾ നമ്മൾ 2 വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പാളിയുടെ നമുക്ക് ഓരോന്നാണ് ഇവിടെ സെലക്ട് ചെയ്തത്. നമുക്ക് 4 പാളി വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ കിച്ചണിന്റെ സൈസ് നോക്കി നമുക്ക് ചെയ്യാം. അത് നമുക്ക് അവർക്ക് പ്ലാൻ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയാൽ ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ ലാൻഡിങ്ങിൽ നമ്മൾ താഴെ കൊടുത്ത സെയിം പിന്നെ 2 പാളിയുടെയാണ് വെച്ചേക്കുന്നത്. ആ സെയിം ഹൈറ്റ്, സെയിം ടിപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയാണ്, ഫ്രണ്ട് ബാൽക്കണി ആയിട്ട് വരുന്നത്. മെയിൻ ഡോർ സെയിം ഡിസൈനില് ഫ്രണ്ടിൽ. അപ്പൊ നമുക്ക് താഴെ നോക്കുമ്പോൾ ഒരേ ഡിസൈനില് 2 ഡോർ.
നമ്മളിവിടെ ഒരു 3 പാളിയുടെ ഒരു വിൻഡോ കൂടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആയപ്പോൾ 3 പാളിയുടെ നോർമൽ ടൈപ്പ് മതി, റൂമിലേക്ക് വെട്ടം കിട്ടാൻ. നോർമൽ ടൈപ്പ്, നോർമൽ ഹൈറ്റ് വരുന്നതാണ്. ഈ വീട്ടിലെ എല്ലാ ഡോറുകളും ഒരേ പാറ്റേൺ ആണ്, ഒരേ കളർ തീമിലുമാണ്. ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്ന ഡോർ അവർ ഇതാണ് എടുത്തേക്കുന്നത്. അത് പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള ഡോറാണ്. ഇതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതിൽ അടിപ്പടിയുണ്ട്, ത്രഷോൾഡ് എന്നാ ഇതിന് പറയാം. പുറത്തുനിന്നൊന്നും കയറാതിരിക്കുക അങ്ങനെയുള്ള പർപ്പസിന് എല്ലാം സ്റ്റീലാണ്. റൂമിലേക്ക് അടിപ്പടി വരുന്നില്ലാത്ത ഒരു ടൈപ്പാണ്, അടിപ്പടി ഇല്ലാതെ. കാരണം നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റൂമിലേക്കുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് ബെഡ്റൂമിലെ വിൻഡോ വരുന്നത് നമുക്ക് സ്റ്റോപ്പറും കൂടെ കൂടിയാണ്. കാറ്റ് വന്ന് അടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും. അഡ്ജസ്റ്റബിൾ ആണ്, അതിങ്ങനെ തുറന്നിട്ട് എത്ര വേണമെങ്കിലും 90 ഡിഗ്രി വരെ നമുക്ക് ഇതാക്കി വെക്കാം. കാറ്റുള്ള ഒരു ഏരിയ ആണെങ്കിൽ അടയുന്ന പ്രശ്നം. അപ്പൊ നമ്മുടെ ഈ വീട്ടിലെ ഉടമസ്ഥനെ പരിചയപ്പെട്ടല്ലോ, അനുപേട്ടാണ്. അനുപേട്ടാ, എന്താണ് നമ്മൾ വീട് പണിതപ്പോ ഇങ്ങനെ ഒരു സ്റ്റീലിലേക്ക് മാറാനുള്ള ഒരു കൺസെപ്റ്റ് വന്നത്? കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. കുറച്ച് നമ്മൾ വീട് പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചതാണ് തടി വേണ്ട, സ്റ്റീൽ മതി. കാരണം വെച്ചാൽ തടിയില് കോസ്റ്റ് കുറവാണ്, ഈ സ്റ്റീലിന്റെ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലുണ്ട്. എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ടാറ്റ പ്രവേശിന്റെ സ്റ്റീലിലേക്ക് തന്നെ വന്നത്. ടാറ്റയുടെ ഒരു ബ്രാൻഡ് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ടാറ്റയുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു വിശ്വാസ്യത ഉള്ളതാണല്ലോ. അപ്പൊ അത് ചെറുപ്പം മുതലേ കണ്ടുവരുന്ന എക്സാക്ട്ലി അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടാറ്റ പ്രവേശിന്റെ ഒരു സ്റ്റീൽ വെച്ച് തന്നെ നമ്മുടെ വീട് ഫുൾ ആയിട്ട് തടി ഒന്നുമില്ല, ഒരു തടി പോലും. എല്ലാ ഡോറും വിൻഡോയും ഈ പറഞ്ഞ പോലെ ടാറ്റ പ്രവേശിന്റെ സ്റ്റീലാണ്. ഹാപ്പിയാണ് അപ്പോ? വളരെ ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ, സന്തോഷം. വളരെ നന്ദി. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ടാറ്റ പ്രവേശിന്റെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഫോർച്യൂണോ എന്നാണ് നമ്മുടെ ഫേമിന്റെ പേര്. നമുക്ക് കൂത്താട്ടിലും തൊടുപുഴയും നമുക്ക് ഷോറൂം ഉണ്ട്. നമുക്ക് കേരളത്തിൽ 4 ഡിസ്ട്രിക്റ്റിൽ എവിടെയും ചെയ്യാം. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട. അപ്പൊ ഈ 4 ജില്ലകളിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ഷോറൂമിൽ പോയ ഒരുപാട് ഡിസ്പ്ലേ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോ ഫോർച്യൂണർ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത്. തൊടുപുഴ കോലാനി ബംഗളൂർ ബൈപ്പാസിലാണല്ലോ. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്പ്ലേ ആണ് വെച്ചിട്ടുണ്ട്. ഈ ഡോർ ഇങ്ങനെ നീണ്ടു ഓരോന്നും പറഞ്ഞു തരാം എന്തൊക്കെയാ സംഭവം. ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വരുന്നതാണ്. ഈ 2 മോഡൽ നാച്ചുറൽ സീരീസ് എന്നാണ് പറയാം. ഇത് മോഡലിന്റെ പേര് NS03. ഇതിന് നമുക്ക് ഈ ടൈപ്പ് കോപ്പർ ടൈപ്പ് ആണ് ഇതിന്റെ ഹാർഡ്. ഇതിലും ഡബിൾ ലോക്ക് സിസ്റ്റം ഇതിന് വേറെ ഇത് ഡോസെറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിന്റെ അതാണ് ഇത് വരുന്നത്. ഇതിന് 3 കീസ് ഉണ്ട്, ഇതിനും ഉണ്ട്. പീപ്പോൾ ഉണ്ടായിരിക്കും. SF304 3 ഹിഞ്ചസ് ആണ് വരുന്നത്. ഏകദേശം 48 റേഞ്ചിലാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ എല്ലാം ഈ ഒരു ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യം തന്നെ നാച്ചുറൽ സീരീസിൽ വേറൊരു മോഡലാണ്. LS01 എന്ന് പറയും. ഹാർഡ്വെയർസിന്റെ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ആ റേറ്റിൽ തന്നെയാണ് വരുന്നത്. SF304 പിന്നെ ഡോറിലെല്ലാം നമ്മുടെ ടാറ്റ പ്രവേശിന്റെ പഞ്ചിങ് ഉണ്ട്. ടാറ്റയുടെ പഞ്ചിങ് ഉണ്ടായിരിക്കും. അല്ല, നമുക്ക് 4 ഡിസൈൻ ഉണ്ട്. അതിന് 5 കളർ വേരിയന്റ് ആണ്. ഇത് സട്ടിക് ആണ് കളർ പേര്. ട്രങ്ക് മഹാഗണി, ബർഗണ്ടി ഫിനിഷ്. പിന്നെ 2 കളേഴ്സ് ലാവാത്തിക്കും ഉണ്ട്. ട്രങ്ക് മഹാഗണി വേറൊരു ലൈറ്റ് ഷെയ്ഡോടെ വരുന്നുണ്ട്. കോമൺ ആയിട്ടും ഈ കളറാണ് നമ്മുടെ പോകുന്നത്. നമുക്ക് ഇതുപോലെ വേറെ ഡിസൈൻസ് ഉണ്ട്. ഡിസൈൻ വാങ്ങുന്നതിന് നമുക്ക് വ്യത്യാസമൊന്നുമില്ല, സെയിം പാറ്റേൺ തന്നെ. പിന്നെ വീതി കൂടിയ ഫ്രെയിം വിത്തൗട്ടും ഉണ്ട്. ആർക്കിഡ് ഫ്രെയിം എന്നാണ് നമ്മൾ ഇതിന് പറയാം. നമ്മുടെ ബിഗ് പ്രൊജക്റ്റഡ് ആണ്. ഡോർ മൊത്തത്തിൽ കുറച്ച് വലുപ്പം ഫീൽ ചെയ്തു. ഇതാണ് ഫ്ലഷ് ടൈപ്പ് ആയിരിക്കും നമുക്ക് ഇത് വരുന്നത്. 44 റേഞ്ചിലേക്ക് വരും. കളർ ചേഞ്ച് മാറുന്നതനുസരിച്ച് ഈ മോഡൽ ഇതായാലും റേറ്റ് വ്യത്യാസം ഇല്ല. നമുക്ക് ഡോറുകളെല്ലാം 90, 100, 110, 120 സൈസ് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയാണ് ഈ ഒരു ഇത് അടുക്കളയ്ക്ക് ചെറിയ റൂമുകൾക്കൊക്കെ ഉപയോഗിക്കാൻ ബെഡ്റൂമിലൊക്കെ ഇതിനൊക്കെ കളർ വേരിയന്റ് വരുന്നുണ്ട്. ഈ പറയുന്നത് സന്ധ്യക്കും ഇതും ഫിനിഷിൽ വരുമ്പോൾ ഏകദേശം 26,100 വരും. ഇത് നമുക്ക് കോഫി ബ്രൗൺ ഒരു വൈറ്റ് കളർ വേണ്ടിയതാണ്. ഫിനിഷ് ആയിരിക്കില്ല, അത് വരും 22 റേഞ്ചിൽ. അതെല്ലാം ഇൻസ്റ്റാളേഷൻ എല്ലാം കൂടെ കൂടിയിട്ടാണ്. ഇനി ജനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പുതിയൊരു മോഡൽ സംഭവമാണ്. അവിടെ കാണാത്തൊരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, പുതിയ മോഡലാണ്. അതിന്റെ അകത്ത് ഇങ്ങനെ ഇതൊക്കെ വരുന്നത് അഡീഷണൽ ആണ്. റിക്വയർമെന്റ് അനുസരിച്ച് വെക്കും. അപ്പൊ ഇതിന്റെ ഇതൊക്കെ പ്രൊഡക്റ്റ് എല്ലാം സിംഗിൾ ഡിപ്പ് ചെയ്ത് പൗഡർ കോട്ടൺ ഫിനിഷ്. ഗ്രില്ല് അടക്കം പൗഡർ കോട്ടൺ ആണ് ഇത്. നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. നമുക്കത് പെയിന്റ് ചെയ്യേണ്ട ഇനിഷ്യൽ കോസ്റ്റ് മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ വരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മളവിടെ കണ്ട അനുഭവം കണ്ട സെയിം ഡോറാണ്. പെയിന്റ് ചെയ്യണം. ഇത് പെയിന്റ് ചെയ്യേണ്ടതാണ്. ഇത് പെയിന്റ് ചെയ്യണം. മറ്റേത് നമ്മൾ ഓൾറെഡി പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല.
ഇത് നമുക്ക് വൈറ്റിൽ അവൈലബിൾ PVC നമുക്ക് എന്നാ റേറ്റ് വരും ഈ രണ്ടും വരുമ്പോ ഒരു ഡിഫറൻസ് എന്ന് പറയാം? ഇത് ഏകദേശം 28 വരും. 3 പാളിയിൽ വരും. നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസും ഷട്ടറും ഗ്രില്ലും ഫുൾ ആണ് കേട്ടോ. ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ഫുൾ എല്ലാം സ്പേസ് ഇട്ടാൽ മതി. ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ തന്നെ ഫ്രഞ്ച് വിൻഡോ ആണിത്. ഇതിന് നമുക്ക് താഴെ ഫിക്സർ ആണ്. നമ്മൾ അനുസാറിനോട് കണ്ടപ്പോൾ ഓപ്പണബിൾ ടൈപ്പ് ബാക്കി എല്ലാം സെയിം ആണ്. ഒരു മാറ്റ് ഫിനിഷ് പോലെ ഒരു ഫിനിഷ്. നമ്മുടെ ഡിജിറ്റൽ കാലത്തിൽ ഡിജിറ്റൽ ലോക്ക് അവൈലബിൾ ആണ്. അതായത് നമ്പർ ലോക്ക്, അതുപോലെ ഫിംഗർ പ്രിന്റ്, വൈഫൈ ഒക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാവുന്ന സിസ്റ്റം ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് അല്ലേ? അപ്പം ഇത് നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ടൈപ്പ് ആണ്. നമ്പർ ലോക്കും ചെയ്യാം. നമുക്ക് ഒരു സെക്കൻഡറി ലോക്കും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം 58 റേഞ്ചിലേക്ക് വരും. 58 റേഞ്ച് ആണ് ഏകദേശം റേറ്റ് ഉണ്ട്. 10-25 രൂപ ലോക്കിന് മാത്രമോ? അപ്പൊ നമുക്ക് ഇത് ഫുള്ളും ഈ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കൊടുക്കും. ഡിജിറ്റൽ ടൈപ്പ് ഡോർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ടാറ്റ പ്രൊവിഷന്റെ ഓതറൈസ്ഡ് ഡീലറാണ് ഞങ്ങള്. ഫോർച്യൂണർ എന്നാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പേര്. നമുക്ക് കൂത്താട്ടിലും കൂടെ ഉണ്ട്. കൂത്താട്ടോളം. അപ്പൊ തൊടുപുഴയും കൂത്താട്ടോളത്തും വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസ്പ്ലേ ഒക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നേരിട്ട് നോക്കി എടുക്കാം. അത് വേറെ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിൽ വിസിറ്റ് ഉണ്ട്. ഇനിഷ്യൽ സ്റ്റേജോട്ട് വിസിറ്റ് കൊടുക്കുന്നത് ആളൊരു സിവിൽ എഞ്ചിനീയർ കൂടിയാണല്ലേ? ടെക്നിക്കൽ സപ്പോർട്ട് ഒരു വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒന്നുമില്ല. അപ്പൊ എന്തായാലും അത് വലിയൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ഡോർ വാങ്ങേണ്ടത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത്? ഇനിഷ്യൽ സ്റ്റേജോട്ട് എങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്യാം ഒന്ന് പറഞ്ഞു. നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്ന തൊട്ട് നമ്മൾ പല കാര്യങ്ങൾ പറയാനുണ്ട്. ഡോറിന്റെ പല ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്പദ പ്ലാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കൊരു ഓർഡർ ഫോം ഉണ്ട്. അതായത് ടാറ്റയ്ക്ക് നമ്മൾ ഈ ഫോം അയച്ചു കൊടുക്കണം. അതിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസൈൻ എല്ലാം അതിൽ മെൻഷൻ ചെയ്യും. ദെൻ നിങ്ങളുടെ കസ്റ്റമറുടെ സൈൻ നമുക്ക് ഒരു കോപ്പി ഞങ്ങൾ തരും. സെയിം തന്നെ ഞങ്ങൾ കീപ്പ് ചെയ്യും. സെയിം തന്നെ നമ്മൾ ടാറ്റയിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ ബുക്കിംഗ് സമയത്ത് 50% അഡ്വാൻസ് ആണ്. ഡെലിവറിയുടെ ആ സമയത്താണ് ബാലൻസ് ഫുൾ പേയ്മെന്റ്. ദെൻ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. അത് നമ്മുടെ ഫിറ്റിംഗിന്റെ ടൈം നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ടാറ്റയിൽ നിന്ന് തന്നെ പ്രത്യേക ടീം വന്നിട്ട് ഫിറ്റ് ചെയ്തത്. ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം. അപ്പൊ ഇവിടെ വരുന്നവർ തൊടുപുഴ കൂത്താട്ടോളത്തിന് ഡിസ്പ്ലേ സെന്റർ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരും. അപ്പം ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് വീട് പണിയാനുള്ളവരും വീട് പണിയുന്നവരും അതുപോലെ വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ ഒരുപാട് വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.